കരിമ്പില്ലാത്ത കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് കരിമ്പില്ലാത്ത കരിമ്പ് ജ്യൂസ്. ഇപ്പോൾ ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജ്യൂസിൻ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര തന്നെ വേണമെന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് മാത്രം മതി. ഇനിയിപ്പോൾ ഇഞ്ചി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഞാൻ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ബ്ലാക്ക് സോൾട്ട് ആണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഉപ്പ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ശർക്കരയാണ്. 1/2 കപ്പ് ശർക്കര ചീകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചു കൊടുത്താൽ നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇനി നമ്മൾ ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് തണുപ്പ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള ഐസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജ്യൂസ് ഇതിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.